السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലു ഇമ്രാനിലെ 8-ാമത്തെ വചനത്തിൽ തൊട്ടു മുമ്പ് അറാസിഖൂന ഫിൽ ഇൽമ് എന്ന് പറഞ്ഞാൽ ഉറച്ച അറിവുള്ളവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉറച്ച അറിവുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു പ്രാർത്ഥന നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രാർത്ഥന ഇങ്ങനെയാണ്: റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. റബ്ബന. ഖുർആനിന്റെ പ്രാർത്ഥനകൾ അങ്ങനെയാണ് ആരംഭിക്കാറുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഞങ്ങളുടെ റബ്ബേ, റബ്ബന ഞങ്ങളുടെ റബ്ബേ, അല്ലെങ്കിൽ റബ്ബി എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് അധിക പ്രാർത്ഥനകളും ഖുർആനിൽ വന്നിട്ടുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ലാ തുസിഗ് നീ തെറ്റിച്ചു കളയരുത് എന്ന. ലാ തുസിഗ് എന്ന് പറഞ്ഞാൽ അസാഗ എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു കളഞ്ഞു എന്ന്. ലാ തുസിഗ് നീ തെറ്റിച്ചു കളയരുത്. എന്തിനെ? ഖുലൂബന ഞങ്ങളുടെ ഹൃദയങ്ങളെ. ബഅദ ഇദ് ഹദൈതന. ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം. ഏതിനു ശേഷം? ഇദ് ഹദൈത നീ ഹിദായത്ത് നൽകി, നീ നേർവഴിയിലാക്കി. ആരെ? ഞങ്ങളെ നേർവഴിയിലാക്കിയതിന് ശേഷം, ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശേഷം ബഅദ ഇദ് ഹദൈതന എന്ത് ചെയ്യരുത്? ലാ തുസിഗ് നീ തെറ്റിച്ചു കളയരുത്. ഞങ്ങളെ തെറ്റിച്ചു കളയരുത് എന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ കൽബുകളെ തെറ്റിച്ചു കളയരുത്. ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. എന്നിട്ട് അടുത്ത ഒരാവശ്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: വഹബ് ലന. ഹബ്, വഹബ എന്നതിന്റെ കൽപ്പനക്രിയയാണ് ഹബ്. വഹബ എന്ന് പറഞ്ഞാൽ നൽകിന. ഹബ് നൽകണമേ. ലന ഞങ്ങൾക്ക്. എന്താ നൽകേണ്ടത്? മില്ലതുൻക റഹ്മതൻ. മില്ലതുൻക എന്ന് പറഞ്ഞാൽ നിന്റെ അടുക്കൽ നിന്ന്, നിന്റെ അടുക്കൽ നിന്ന് റഹ്മതൻ കാരുണ്യത്തെ നൽകുകയും ചെയ്യണമേ എന്ന്. അപ്പൊ രണ്ടാവശ്യങ്ങളായതില്ലേ. ഒന്നാമത്തെ ആവശ്യം എന്താ? റബ്ബന എന്ന് വിളിച്ചുകൊണ്ട് ആദ്യം നടത്തുന്ന ആവശ്യം എന്താ? ലാ തുസിഗ് ഖുലൂബന ഞങ്ങളുടെ കൽബുകളെ തെറ്റിച്ച് കളയരുത് എന്നാ. ഏതിനു ശേഷം? ബഅദ ഇദ് ഹദൈതന നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയതിന് ശേഷം. രണ്ടാമത്തെ ആവശ്യം എന്താ? വഹബ് ഞങ്ങൾക്ക് നൽകണമേ. വഹബ് ലന ഞങ്ങൾക്ക് നൽകണമേ. മില്ലതുൻക നിന്റെ അടുക്കൽ നിന്ന് റഹ്മതൻ കാരുണ്യത്തെ. എന്നിട്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്നക തീർച്ചയായും നീ, അൻത നീയാകുന്നു, അൽ വഹാബ്. അൽ വഹാബ് അള്ളാഹുവിന്റെ ഒരു നാമാണത്, അൽ വഹാബ് എന്ന്. വഹബ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അർത്ഥം പറഞ്ഞിരുന്നു. വഹബ എന്ന് പറഞ്ഞാൽ എന്താ? നൽകീന. അതിന്റെ കൽപ്പനക്രിയാണെന്ത്? ഹബ്. അതിൽ നിന്ന് വന്നിട്ടുള്ള പേരാണ് അൽ വഹാബ്. എന്തായിരിക്കും അർത്ഥം? നൽകുന്നവൻ. നൽകുന്നവൻ എന്ന് പറയാൻ വാഹിബ് എന്ന് പറഞ്ഞാൽ മതി. ഏതുപോലെ? കതബ എഴുതി, കാത്തിബുൻ എഴുതുന്നവൻ, ഖലഖ സൃഷ്ടിച്ചു, ഖാലിഖുൻ സൃഷ്ടിക്കുന്നവൻ. അത് ഫആൽ രൂപത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്. വഹാബ് എന്നാണ്, വാഹിബ് എന്നല്ല. വഹാബ് എന്ന് പറഞ്ഞാൽ മുബാലഗയുടെ രൂപമാണ്, അങ്ങേയറ്റം എന്ന അർത്ഥം വരുന്ന രൂപമാണ്. നീ അങ്ങേയറ്റം നൽകുന്നവനാണ്, അത്യധികം നൽകുന്നവനാണ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അത് നമ്മൾ സമ്മതിക്കുക. പടച്ചവനെ നീ ഒരുപാട് നൽകുന്നവനാ, എനിക്ക് എന്ത് ചെയ്യണം? നീ റഹ്മത്ത് നൽകണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്ത് നൽകണം. വഹബ് ലന മിൻ ലദുൻക റഹ്മ. ഇതാണ് പ്രാർത്ഥന. ഞങ്ങളെ ഹിദായത്തിനാക്കിയതിനു ശേഷം ഞങ്ങളെ വഴിതെറ്റിക്കരുത് എന്നല്ല പറഞ്ഞ്, ഞങ്ങളുടെ ഹൃദയങ്ങളെ, ലാ തുസിഗ് ഖുലൂബന എന്നാ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളുടെ ഹൃദയങ്ങളെ തെറ്റിക്കരുത് എന്നാ പറഞ്ഞിട്ടുള്ളത്. ഈ ഹൃദയം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു സാധനമാണ്. നമ്മളിങ്ങനെ ചില ആളുകളൊക്കെ
ചില സമയങ്ങളിൽ ഇപ്പോൾ ഒരു തീരുമാനങ്ങളിൽ ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ ഇങ്ങനെ എത്തി, എന്നാ അപ്പം അങ്ങനെ ആക്കാ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഇങ്ങനെ കേട്ടാൽ ചിലപ്പോൾ വിചാരിക്കും ആ, അതാണ് ശരി, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് മാനുഷികമായൊരു സംഗതിയാണ്. മാനുഷികമായൊരു സംഗതിയാണ്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടും. ഇത് തീരുമാനങ്ങൾ എടുക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, മനുഷ്യൻ ഈ നല്ല നിലക്ക് ഇങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില പ്രലോഭനങ്ങൾക്കോ ചില പ്രകോപനങ്ങൾക്കോ ഒക്കെ വിധേയരായി പോവുകയും വഴി തെറ്റി പോവുകയും ചെയ്യും. ചിലപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, അങ്ങനെ ആ, തെറ്റുന്ന ഒന്ന് ചെയ്തു നോക്കാം, ഒറ്റത്തവണയല്ല, അല്ലെങ്കിൽ ഇപ്പോഴല്ലേ, ആ, പിന്നെ അത് ശരിയാവാന്നൊക്കെ വിചാരിച്ചിട്ട് ആ തെറ്റിലേക്കായിട്ട് പോയിട്ട് പിന്നെ ഖേദിക്കും, ഖേദപ്രകടനം നടത്തും. ഇത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പ്രശ്നമാണ്, തെറ്റിപ്പോവാന്നുള്ളത്. ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന പടച്ചവനോട് എന്താ, ഇവിടെ നമ്മൾ പടച്ചവനോട് ആവശ്യപ്പെടുന്നത് എന്താ, അങ്ങനെ തെറ്റിക്കരുതേന്നാ, തെറ്റിക്കരുതേന്നാ. ഹിദായത്തിലാക്കിയതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിച്ച് കളയരുതേ എന്ന സമാനമായ പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേറെയും നമ്മൾക്ക് കാണാൻ കഴിയും. ഹൃദയത്തെ വിശ്വാസത്തിലും അള്ളാഹുവിന് വിധേയരാകുന്നതിലും ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അത് മനുഷ്യന്റെ ഹൃദയം അങ്ങനെ ആയതുകൊണ്ടാണ്, മനുഷ്യന്റെ മനസ്സ് എപ്പോഴും ചാഞ്ചാടുന്നതായതുകൊണ്ട്. കൽബ് എന്ന പദത്തിന് തന്നെ അതാർത്ഥം, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന എന്നതിനർത്ഥം, മാറ്റം സംഭവിക്കുന്നത് എന്നതിനർത്ഥം. അപ്പം നമ്മൾക്ക് പടച്ചവനോട് നിരന്തരം തേടാനുള്ള ഒരു സംഗതിയാണ്, പടച്ചവനെ ഹൃദയത്തെ ഹിദായത്ത് നൽകിയതിന് ശേഷം തെറ്റിച്ച് കളയരുത് എന്നത്. അത് വലിയ നഷ്ടമായിരിക്കും, അത് വലിയ ഖേദത്തിന് ഇടവരുത്തുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണിത്. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടുള്ള തേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാനും അവന്റെ പരിഗണന അതിലൂടെ നേടിയെടുക്കാനുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.